Hi, hello guys, welcome back to my YouTube channel. I'm back with another vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 AM മോർണിംഗ് സ്റ്റഡി റുട്ടീനാണ്. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനിൽ ഓളൊന്നുകൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു 3:15 തൊട്ട് അലാറം വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു 4 മണിയായപ്പോഴത്തേക്ക് പൊങ്ങിയത്. കാരണം ആദ്യം ഒരു 5 മിനിറ്റ് പിന്നെയും കിടക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ. കാരണം ഒരു സഫീഷ്യൻറ്റ് സ്ലീപ്പ് ഈ ദിവസങ്ങളിൽ കിട്ടുന്നില്ല. നേരത്തെ എണീക്കുന്നു, പഠിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ്. കാരണം എൻ്റെ ഓണം എക്സാമിൻ്റെ പോർഷൻസ് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വരുന്ന പാട് എനിക്കറിയാം. എവിടെയായിട്ടില്ല, എന്തൊക്കെയോ എവിടെയൊക്കെയോ അറിയാം. ഓൾമോസ്റ്റ് ഞാൻ മിഡ് ടൈം എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് ഒരു 1-2 ചാപ്റ്റേഴ്സ് എല്ലാ വിഷയത്തിനും കൂടിയിട്ടുള്ളൂ. അപ്പോൾ ഫിസിക്സ് ഏകദേശം ഒരു കരയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതൊരു റിവിഷനായിട്ട് നോക്കണം. ഫുള്ളൊന്നും കംപ്ലീറ്റ് ചെയ്തെന്നല്ല. ഇപ്പോൾ എനിക്കിനി 3ാമത്തെ ചാപ്റ്ററും കൂടിയാണ് ഫിസിക്സിൽ പഠിക്കാനുള്ളത്. ബാക്കി 2 എണ്ണം പഠിച്ചിട്ടുണ്ട്. റിവിഷൻ എപ്പോഴാണ് ചെയ്യാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല. കെമിസ്ട്രി പിന്നെ എക്സാമിൻ്റെ ഇടയ്ക്ക് സ്റ്റഡി ലീവ് ഉള്ളതുകൊണ്ട് ആ ടൈമിൽ കൂടുതൽ പഠിക്കാൻ വേണ്ടി തന്നെ വെച്ചേക്കാണ്. പിന്നെയുള്ളത് മാത്സ് ആണ്. മാത്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം പഠിച്ചിട്ടിരിക്കുന്നതാണ്. ഡിറ്റർമിനൻസ് വരെ എനിക്ക് സെറ്റാണ്. ഇനി കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ് കുറച്ച് വിഷയം. പിന്നെ മാത്സ് എന്തായാലും റിവിഷൻ ചെയ്തേ പറ്റുള്ളൂ. ബയോളജിയാണ് എവിടെ എത്താതെ നിൽക്കുന്നത്. ബയോളജി എന്ന് പറയുമ്പം എനിക്ക് ബോട്ടണി ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാനുണ്ട്. സുവോളജി എന്ന് പറയുമ്പം 2 ചാപ്റ്റർ പഠിച്ചു, 3ാമത്തെ ചാപ്റ്റർ പകുതിയൊക്കെ വെച്ച് അറിയാം. ഇതാണ് ഇപ്പോൾ എൻ്റെ സിലബസിൻ്റെ കറണ്ട് അവസ്ഥ. കാരണം ആരും ഒരാളിനോട് സിലബസിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ മാക്സിമം ഇനിയിപ്പം ഏതെങ്കിലുമൊക്കെ ബാച്ചിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ബാച്ചിലെ ക്ലാസ്സിനേക്കാളും അവരുടെ തന്നെ യൂട്യൂബിൽ, അതായത് ഇപ്പോൾ എക്സാമിനർ ആയിക്കോട്ടെ, സൈലോ ആയിക്കോട്ടെ, ജുപ്പോട്ട്, ഇങ്ങനെയുള്ള കുറേ യൂട്യൂബ് ചാനൽസ് തന്നെ ഇപ്പം 1 ഷോട്ട് സ്റ്റഡി ചലഞ്ച് ഒക്കെ ആയിട്ട് നടത്തുന്നുണ്ട്. 10 ഡേയ്സ് 20 ഡേയ്സ്. എക്സാമിൻ്റെ എനിക്ക് തോന്നുന്നു 30 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് ആയിരുന്നു എന്നും. അപ്പോൾ ഇപ്പം സൈലം 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്നും തുടങ്ങാത്ത ആളാണെങ്കിൽ ഞാൻ പറയും സൈലത്തിൻ്റെ ഞാൻ നല്ലപോലെ സജസ്റ്റ് ചെയ്യും. കാരണം ഇറ്റ് ഇസ് 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ച്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ഇനിയുള്ളത് പഠിച്ചാൽ തന്നെ നമുക്കൊരു അത്യാവശ്യം നല്ല എമൗണ്ട് ഓഫ് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ സിലബസ് കംപ്ലീറ്റ് ആവാതെ ടെൻഷൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു 5:30 വരെ ആ ഒരു ഫിസിക്സ് ഞങ്ങൾക്ക് എഴുതി പഠിക്കാൻ വേണ്ടി കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഓരോ ചാപ്റ്ററിൽ ഇങ്ങനെ ഇപ്പോൾ മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. ഡെറൈവേഷൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം ഇപ്പം അധികം ആരും അങ്ങനെ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മിസ് ഞങ്ങളോട് പറഞ്ഞു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പോലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും എന്നൊക്കെ ചോദിച്ചാൽ മിസ് കുറച്ച് കലിപ്പിലായിരുന്നു. അതുകൊണ്ട് മിസ് ഇങ്ങനെ 3ഉം 4ഉം ചാപ്റ്ററിൽ നിന്നൊക്കെ അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ട് ഇത് എഴുതി പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ടെസ്റ്റ് പേപ്പറും അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഒരു ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞു. +1 പോലും ഒന്നും ഡെറിവേഷൻ സത്യം പറഞ്ഞ് ഓർത്തിരിക്കാൻ പറ്റുന്നേ ഇല്ല. ഇപ്പം എനിക്ക് മനസ്സിലായി അത്യാവശ്യം നല്ലപോലെ റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പക്ഷെ +1 ഡെറിവേഷനൊക്കെ അത്യാവശ്യം കുറച്ച് ഈസി ആയിരുന്നു. അതുകൊണ്ടായിരിക്കും മേ ബി അത്ര പെട്ടെന്ന് ഇങ്ങനെ മറന്നൊന്നും പോകുന്ന ഇഷ്യൂ ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു എക്സാമിന് ഇനിയിപ്പോൾ ഒരാഴ്ചയുള്ളെങ്കിൽ പോലും പലർക്കും മോട്ടിവേഷൻ ഇല്ല, എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തോന്നുന്നില്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതായത് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കാം, ഓണം എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല പോലെ റെസ്റ്റ് എടുക്കാനുള്ള ടൈമുണ്ട്. ഏകദേശം ഒരാഴ്ച 10 ദിവസം നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു ടൈമുണ്ട്. നല്ല പോലെ എൻജോയ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഈ ഒരു എക്സാം നല്ലപോലെ പഠിക്കാതെ ചുമ്മാ പോയി എഴുതിയാൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞില്ല ഗിൽട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. മാർക്സ് കിട്ടുമ്പം നമ്മളോടിപ്പോൾ എല്ലാവരും പറയും അവർ പഠിക്കുന്നില്ല എന്ന്. പക്ഷേ എക്സാമിൻ്റെ മാർക്ക് വരുമ്പം അത്യാവശ്യം എല്ലാവർക്കും തന്നെ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾ മാത്രം തോറ്റു പോകണ്ട, അല്ല പുറകോട്ട് നിൽക്കണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പഠിച്ചേ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഡിസ്ട്രാക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. +2 സ്റ്റുഡൻസിനോടാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം ഇനിയൊരു നമ്മൾ സെക്കൻഡ് ടൈമിലാണ് പ്രാക്ടിക്കലും ടൂറും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. കലോത്സവം ആണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പം മര്യാദയ്ക്ക് പഠിക്കാനുള്ള ടൈം പോലും കിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റേഴ്സൊക്കെ ഫസ്റ്റ് ടൈം പോർഷൻസ് കവർ ചെയ്തിട്ടില്ലെങ്കിൽ സെക്കൻഡ് ടൈമിൽ ഇത് നന്നായിട്ട് പഠിക്കാനൊരു ടൈം നമുക്ക് കിട്ടില്ല. സെക്കൻഡ് ടൈമിലെ പോർഷൻസ് പഠിക്കാൻ സമയം കിട്ടിയാൽ ഭാഗ്യം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ടൈമിലെ പോർഷൻസ് നമ്മളിപ്പോൾ പഠിച്ച് നല്ലപോലെ കവർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എങ്ങനെ അപ്പോൾ പഠിച്ച് തീർക്കും എന്ന്. അപ്പോൾ എന്തായാലും ഇതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഇതൊരു ജസ്റ്റ് സ്മോൾ വീഡിയോ ആണ് കേട്ടോ. ഈ ആഴ്ച വീഡിയോ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിടുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.